ഈ സമസ്തയിലെ വിഭാഗീയതയിൽ ഒരു സമവായ നീക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. സമസ്തയിലെ ലീഗ് അനുകൂല നേതാക്കളും അതോടൊപ്പം തന്നെ ലീഗ് വിരുദ്ധ ചേരിയുണ്ട്. രണ്ട് ചേരികൾ, അവർക്ക് അവരുടെ രണ്ട് വിഭാഗങ്ങളുടെയും നേതാക്കൾ നാളെ മലപ്പുറത്ത് ഒരു ചർച്ച നടത്താൻ പോവുകയാണ്. ജിഫ്രി തങ്ങൾക്കൊപ്പം പ്രധാനപ്പെട്ട ലീഗ് നേതാക്കളും ചർച്ചയ്ക്ക് നേതൃത്വം നൽകും. ഇംതിയാസ് കരീം വിവരങ്ങളുമായി മലപ്പുറത്തുനിന്നുണ്ട്. ഇംതിയാസ്, ഇതിങ്ങനെ ഒരു അനന്തമായി നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല. ഇത്തരത്തിലൊരു തർക്കം അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തോതിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അല്ലെങ്കിൽ കൃത്യമായി ഒരു പ്രശ്നം അഭിപ്രായ ഭിന്നത രൂക്ഷമാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ കണ്ടതാണ്. ആരാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സമവായ ചർച്ചയ്ക്ക് മുൻകൈ എടുക്കുന്നത്? അതിനോടൊരു അനുകൂല സമീപനമാണോ ഇരു ചേരികളും പ്രകടിപ്പിക്കുന്നത്? അതോ തങ്ങളുടെ നിലപാടുകൾ, തങ്ങളുടെ ശരികളിൽ ഉറച്ചു നിന്നാൽ കാര്യങ്ങൾ ശരിയായ രീതിയിൽ മുന്നോട്ട് പോകില്ലല്ലോ? ദിവിഷ് ആൻഡ് ആര്യ, നാളെ മലപ്പുറത്ത് വെച്ചാണ് ഇത്തരത്തിലൊരു സമവായ ചർച്ച നടത്താൻ സമസ്ത നേതൃത്വം തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് പട്ടിക്കാട് ജാമിയ നൂരിയ വാർഷിക സമ്മേളനം തൊട്ട് 2-3 വർഷമായി ഈ സമസ്തയിൽ ഈ വിഭാഗീയത പുകയുകയാണ്. ഈ പൊതുവേദികൾ കെട്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം പഴിചാരലും അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കലും ഒക്കെ ആയിരുന്നു. ഈ പണ്ഡിതന്മാരെ അടക്കം വേദനിപ്പിക്കുന്ന തരത്തിലുള്ള പരിപാടികളൊക്കെ ആയിരുന്നു ഇത്രയും കാലം നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് സുപ്രഭാതത്തിൽ വന്ന പരസ്യം, അതുപോലെ തന്നെ പാണക്കാട് സാദിഖലി തങ്ങൾക്കെതിരെ ഉണ്ടായ ഉമർ ഫൈസിയുടെ കാസി പ്രസ്താവനയിലെ വിമർശനം, ഇതിനെല്ലാം ഒരു പരിഹാരം കാണുക എന്ന ഒരു തരത്തിലാണ് നാളെ സമസ്ത നേതൃത്വം, അതായത് ജിഫ്രി തങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ നാളെ മലപ്പുറത്തൊരു സമവായ ചർച്ച വിളിച്ചു ചേർത്തിരിക്കുന്നത്. അടുത്ത 11-ന് കോഴിക്കോട് മുഷാവറ യോഗം ചേരാനിരിക്കുകയാണ്. ഈ മുഷാവറ യോഗത്തിന് മുൻപായിട്ട് ഇതിലൊരു പരിഹാരം കാണുക എന്നതാണ് നാളെ നടക്കുന്ന ഒരു ചർച്ചയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇതിൽ തന്നെ ജിഫ്രി തങ്ങൾക്കൊപ്പം മധ്യസ്ഥത വഹിക്കാനായി PK കുഞ്ഞാലിക്കുട്ടി, MC മായിൻ ഹാജി അടക്കമുള്ള നേതാക്കളും ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന സൂചന. പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പോലും ഈ സമദ് പൂക്കോട്ടൂരിന്റെ, നാസർ ഫൈസി കുടത്തായിയുടെ അടക്കം നേതൃത്വത്തിൽ ഒരു ചർച്ച അവിടെ നടക്കുമ്പോൾ പോലും ഈ ലീഗ് വിരുദ്ധ ചേരിയിലെ ആളുകൾ ഇപ്പോഴും പ്രകോപനപരമായിട്ട് തന്നെയാണ് പല കാര്യങ്ങളും എടുത്തു മുന്നോട്ട് വെക്കുന്നത്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഈ വാഫി വഫിയ സംസ്ഥാന കലോത്സവവുമായി ബന്ധപ്പെട്ട ഈ പാണക്കാട് സാദിഖലി തങ്ങളും ഹക്കീം ഫൈസി ആദർശേരിയും തന്നെ ഇരുഭാഗത്തും നിന്നുകൊണ്ട് നിൽക്കുന്ന ഇതിന്റെ ഒരു പ്രചാരണ വീഡിയോ ഒക്കെ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത് ലീഗ് വിരുദ്ധർക്കിടയിൽ, ലീഗ് അനുകൂലികൾക്കിടയിൽ ഒരു വിഭാഗീയത ഉണ്ടാക്കാൻ വീണ്ടും ശ്രമിക്കുന്നു. എന്തായാലും മുഷാവറക്ക് മുൻപായി ഇതിലൊരു പരിഹാരം കാണുക എന്നതാണ് ലക്ഷ്യം. പക്ഷേ അത് എത്രത്തോളം വിജയകരമാവുമെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ നൽകിയത്. ഇപ്പോൾ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പോലും അല്ലേ നമ്മൾ എന്തൊക്കെ വിഷയങ്ങൾ കണ്ടു? സുപ്രഭാതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, CIC വിഷയം, അതിന് പിന്നാലെ PMA സലാമിന്റെ പ്രതികരണം, ഉമർ ഫൈസി മുക്കത്തിന്റെ പ്രതികരണങ്ങൾ, പ്രസ്താവനകൾ, ഇതൊക്കെ വലിയ ചർച്ചയാകുന്നുണ്ട്. എന്തായാലും ഇതിലെല്ലാം ഒരു അവസാനം ഒരു നയപരമായ തീരുമാനം സമസ്ത തന്നെ മുന്നിട്ടിറങ്ങുന്നു ആ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് എന്നുള്ളത് പ്രധാനമാണ്. ഈ തർക്കം ഇനി അധികാലം മുന്നോട്ട് പോകാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കുന്നു. ഇന്നത്തെ യോഗത്തിൽ അത് പരിഹരിക്കപ്പെടുമെന്ന് കരുതാം.